മറ്റേ സാധാരണ സ്കൂളിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ബാക്ക് ബെഞ്ചിലുള്ള ആൾക്കാരൊക്കെ തോൽക്കലുണ്ട്. അതങ്ങനെയാണ് പറയല്. ഇത് അതേമാതിരി മറ്റേ നവകേരള ബസ്സാ എന്ത് ചെയ്യുന്ന ബസ്സിലുണ്ടായത് മുഴുവൻ തോറ്റ്. ഒരു ബസ് മന്ത്രിമാര് പോയിട്ട് മുക്കാടസം തോറ്റ്. ഇപ്പൊ സഖാക്കന്മാരൊക്കെ വിചാരിക്കണ്ടാവും അന്നൊക്കെ ബസ്സിന് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ഇത്ര അപമാനം നേരിടേണ്ടി ഉണ്ടായിരുന്നില്ലാന്നോ. ഇപ്പൊ അതാ സഖാക്കന്മാർ ഇരുന്ന് മോകണ് കൊടുത്ത കണക്കൊക്കെ പറിച്ചിൽ തുടങ്ങി, തിന്നാൻ പേടിച്ചെടുത്തൊക്കെ തുടങ്ങി. ഇപ്പൊ ഇവിടെ ഇപ്പൊ അത് പറഞ്ഞിരിക്കണ് ആക്രി പെറുക്കിയിട്ടാണ് അവർ ഞങ്ങള് വീടിന് കായ് കൊടുത്ത് അവര് ഞങ്ങളെ പറ്റിച്ച്. എത്രണ്ണത്തിനാ ഞങ്ങള് വീട് വെച്ചു കൊടുത്ത് ആക്രി പെറുക്കിട്ട്, എന്നിട്ട് ഒരു കഴിവില്ലാതെ ഞങ്ങളെ തോൽപ്പിച്ചിന്ന്. അവസാനം അമ്മോസനും മരുവനും മാത്രം ബാക്കി, പിന്നെ കുറച്ച് അന്തങ്ങളും. എന്തെല്ലായിരുന്നു സുൽത്താൻ, അപ്പുറത്ത് മാമൻ, തൂക്കലോട് തൂക്കല്. തിരൂര് തിരൂർക്ക് അവിടെ വികസനം ഉണ്ടാക്കാൻ പോയത്. അവിടുത്തെ ജനങ്ങൾ പറഞ്ഞ് ഇവിടെ ആളുണ്ട്, ഈ ആളെന്നെ മതി, ഞങ്ങൾക്ക് ഇനി പുറത്തുനിന്ന് ഒരാൾ ആവശ്യമില്ല, പാകിസ്ഥാനിൽ നിന്ന് ഒരാൾ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതാണ് സംഭവം ഉണ്ടായത്. പിന്നെ ജലീൽ സുൽത്താൻ നിങ്ങൾ വിളിപ്പേരിട്ടിരുന്നവര് ഇപ്പൊ സുൽത്താനൊക്കെ പാടെ മൂഞ്ചി കുത്തിരിക്കുന്നുണ്ടാവും. ഷാർജ ക്ഷമിക്കുക. പിന്നെ ശ്രദ്ധിക്കുക, UDFന്റെ പ്രവർത്തകന്മാരോടാണ്, ഒരു സഖാവിൻ്റെ അടുത്ത് പോയിട്ട് പോലും ഒരു റീൽസ് കണ്ടിട്ട് പോലും ചിരിക്കാൻ നിൽക്കരുത്. അവർ കട്ടക്കലിപ്പിലാവും. അവരെന്താ ചെയ്യാന്ന് പറയാൻ പറ്റൂല. ശ്രദ്ധിക്കുക. ഓക്കെ. ഒരേ ഒരു സുൽത്താൻ, കേരളത്തിൻ്റെ സുൽത്താൻ, അത് പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. ഭൂരിപക്ഷം കണ്ടില്ലേ? സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം കണ്ടില്ലേ? കണ്ടില്ല നിങ്ങള്? ഇനി ഒരു പാട്ടും കൂടി ഉണ്ട്. ആ പാട്ട് കുറേ മുമ്പ് നമ്മൾ കണ്ണൂർ ഷെരീഫ് പഴി വെച്ചതാണ്. ചോപ്പന്മാർ ചാടിയിറങ്ങണ്, ചോപ്പിക്കാനോടിക്കിതക്കണ്, എന്നിട്ടും മലപ്പുറത്തിൻ്റെ മനസ്സ് മാറ്റാൻ കഴിഞ്ഞതില്ല. നീ അറിഞ്ഞോടി പെണ്ണേ, നീ അറിഞ്ഞോടി. എന്ത് രസമുള്ള പാട്ടാ.